ശ്രീമതി ജയ മുരളീധരൻ മാഡം എത്തിയിട്ടുണ്ട്. മാഡം ചെങ്ങമനാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റാണ്. മാഡത്തിനെ ഈ ഒരു വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ സുരേഷ് മുട്ടത്തിൽ അദ്ദേഹം കടുങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റാണ്. സാറിനെയും ഈ ഒരു വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എല്ലാവരും റെഡിയായി നിൽക്കുകയാണ്. നമുക്ക് ഫ്ലാഗ് ഓഫിലേക്ക് ഇവരെല്ലാവരും പുഴയിലേക്ക് ഇറങ്ങി നീന്തി തുടങ്ങുന്നത്. ഒരാൾ കൂടെ ഉണ്ട്. രണ്ടു പേർക്ക് പറയും. ഹലോ, എൻ്റെ പേര് കൃഷ്ണേന്ദു. അപ്പോൾ ഇന്ന് ഇവിടെ ഞങ്ങൾ 23 പേർക്ക് നിൽക്കാൻ പറ്റിയതിന് കാരണം സജിസാറും പിന്നെ ഞങ്ങളുടെ സീനിയേഴ്സിൻ്റെ ഒക്കെ സപ്പോർട്ടും കെയറിങ്ങും കാരണമാണ്. അതിൽ വളരെ സന്തോഷമുണ്ട് ഇങ്ങനെ നിൽക്കാൻ പറ്റിയതിൽ. ഇനി ബാക്കിയെല്ലാം 1 കിലോമീറ്റർ ഞങ്ങൾ എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. മറ്റു പ്രശ്നങ്ങളില്ല. പുറത്ത് ആംബുലൻസ് അടക്കമുള്ള സജ്ജീകരണങ്ങളുണ്ട് അല്ലേ? സുരക്ഷയെ കുറിച്ച് എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളും ഒരുക്കാണ്. എല്ലാ സൗകര്യങ്ങളുള്ള ആംബുലൻസ് നമുക്ക് ആംബുലൻസ് വന്നിട്ടുണ്ട്. പിന്നെ ബോട്ടുകളുണ്ട്, ജങ്കാറ്, എല്ലാ സൗകര്യവും. പിന്നെ സീനിയേഴ്സ് എല്ലാം കൂടെയുണ്ട്. ഏത് നിമിഷം വേണമെങ്കിലും ഇറങ്ങാവുന്ന രീതിയിൽ എല്ലാം സെറ്റപ്പാക്കി എടുത്തിരിക്കുന്നത്. സുരക്ഷയ്ക്കാണ് ഇവിടെ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. അതാണ്, സുരക്ഷയ്ക്കാണ് ഏറ്റവും പ്രാധാന്യം. നമുക്ക് അവിടെ കാണാം ഇവരുടെ സീനിയേഴ്സായ നീന്തി പരിശീലിച്ച ആളുകളുണ്ട്. അവരൊക്കെ ഓരോ കയ്യിൽ ഓരോ ട്യൂബായിട്ട് നിൽക്കുകയാണ്. ഓരോ കുട്ടിയെയും ഇതുപോലെ സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ ഒരുക്കി തന്നെയാണ് വെള്ളത്തിലേക്ക് ഇറക്കി വിടുന്നത്. അവരൊക്കെ സജ്ജമാണ്. അവരുടെയൊക്കെ ഒരു ആവേശവും പ്രോത്സാഹനവും ഒക്കെ ഈ കുട്ടികൾക്കുണ്ട് എന്നതാണ്. നമുക്ക് ആദ്യ ബാച്ചിനെ വെള്ളത്തിലേക്ക് ഇറക്കി വിടാൻ പോവുകയാണ്. അതില് ഈ സുരക്ഷ ഒരു ഉറപ്പാക്കാനും ഏറ്റവും മുന്നിലുള്ളത് ഇവരുടെ സീനിയേഴ്സായ നേരത്തെ തന്നെ വാളശ്ശേരി നീന്തൽ ക്ലബിൽ പരിശീലനം തുടങ്ങിയ ആളുകളാണ്. അതിനൊപ്പം മറ്റ് സജ്ജീകരണങ്ങളുണ്ട്. ഇവിടെ ബോട്ടുകളുണ്ട്, ചങ്ങാടമുണ്ട്. ഇതൊക്കെ ഒരുക്കിയിട്ടാണ് കുട്ടികളെ വെള്ളത്തിലേക്ക് ഇറക്കി വിടുന്നത്. പെരിയാറ് പതിവ് പോലെയല്ല വിജി, അതുകൂടെ പറയട്ടെ. നല്ല മഴയുണ്ട്. മഴയ്ക്കൊപ്പം പെരിയാറ് നിറഞ്ഞൊഴുകുന്നുണ്ട്. ഈ നിറഞ്ഞൊഴുകുന്ന പെരിയാറിലാണ് എല്ലാ മനക്കരുത്തോടു കൂടി കുട്ടികൾ ഇറങ്ങാൻ പോകുന്നത്. നമുക്ക് അതെ, അവിടെയൊക്കെ സജ്ജമാണ്. ഇത് ആദ്യ ബാച്ച് കുട്ടികളെ ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ ഫ്ലാഗ് ഓഫിലേക്ക് കടക്കുകയാണ് ബിജി. നമുക്ക് ആ നിമിഷം കൂടി ഒന്ന് കാത്തിരുന്ന് കാണാം. ഫ്ലാഗ് ഓഫിലേക്ക് കടക്കാണ്. അപ്പൊ എത്തിയിരിക്കുന്ന വിശിഷ്ട അതിഥികളെ ഒരിക്കൽ കൂടി ഒരു വേദിയിലേക്ക് സ്വാഗതം ചെയ്യാണ്. അപ്പൊ ഇന്ന് നമ്മൾക്ക് വേണ്ടിയിട്ട് ഫ്ലാഗ് ഓഫിനായിട്ട് TV പ്രദീപ് സാറാണ്. അദ്ദേഹം പാറക്കടവ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റാണ്. നല്ലൊരു കയ്യടിയോട് കൂടിയിട്ട് അദ്ദേഹം ഒരു വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഇന്ന് ഇവിടെ എത്തിയിരിക്കുന്ന മീഡിയ ടീംസിനെയും പ്രത്യേകം സ്വാഗതം ചെയ്യാണ്. ഒപ്പം നമ്മൾക്ക് ഇന്ന് ഇവിടെ ആംബുലൻസ് സൗജന്യമായിട്ട് ചെയ്തു തന്നിരിക്കുന്നത് മെഡിക്കൽ പ്രസിഡന്റ് ടീമാണ്. അവർക്ക് വേണ്ടിയിട്ട് പ്രത്യേകം നല്ലൊരു കയ്യടി നമുക്ക് കൊടുക്കാം. സൗജന്യമായിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത്. അടുത്ത കടവ് വരെ നീന്തും എന്നതാണ്. ആ കടവിലേക്ക് നീന്തി തുടങ്ങുക ഫ്ലാഗ് ഓഫ് ചെയ്യാനായിട്ട് വലിയ ആത്മധൈര്യത്തോടുകൂടി വരുമ്പോൾ ഇറങ്ങുകയാണ്. 23 കുട്ടികളെ ഇതുപോലെ ഓരോ പടവിലായിട്ട് കൈകാലുകൾ ഈ ഒരു വേദിയിലേക്ക് ഫ്ലാഗ് ഓഫ് ചെയ്ത് സംസാരിക്കാനായിട്ട് TV പ്രദീപ് സാറിനെ ക്ഷണിക്കാം. ഉടൻ തന്നെ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ കുട്ടികൾ വെള്ളത്തിലേക്ക് ഇറങ്ങും. നമുക്കിവിടെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റാണ് നമ്മുടെ സ്കൂബ ടീമാണ് വന്നിരിക്കുന്നത്. ഉളിയന്നൂര് സ്കൂബ ടീമാണ് വന്നിരിക്കുന്നത്. ഇത് നമ്മളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ്. സ്കൂബ ടീം ഉളിയന്നൂര് സ്കൂബ ടീം സംഘമാണ് ഈ വഞ്ചിയിൽ ഇപ്പോൾ ദൂരെ നിൽക്കുന്നത്. അതായത് എവിടെയും വേറെ ഒരു പ്രശ്നവുമില്ല. ഇന്ന് ഒരു ചരിത്ര ദൗത്യത്തിന് നമ്മളെല്ലാവരും സാക്ഷിയാവുകയാണ്. കഴിഞ്ഞ 16 വർഷമായി സൗജന്യമായി നീന്തൽ പരിശീലനം നടത്തിക്കൊണ്ടിരിക്കുന്ന ബഹുമാനായ സജി വളാശ്ശേരിയുടെ ഒരു ചരിത്ര ദൗത്യം നമ്മളെല്ലാവരും ഇന്ന് സാക്ഷിയാവുന്നു. വളരെ ഒരു പ്രയാസങ്ങളുമില്ലാതെ വളരെ ആവേശകരമായി ഈ 23 പെൺകുട്ടികൾക്കും അവരുടെ ദൗത്യം പൂർത്തീകരിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ബഹുമാനായ സജി വളാശ്ശേരിക്ക് ഈ നാടിന് വേണ്ടിയിട്ടുള്ള അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു. അദ്ദേഹത്തെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. ഇനിയൊരു മുങ്ങിമരണം ഉണ്ടാകാതിരിക്കട്ടെ എന്ന ആപ്തവാക്യം പ്രാവർത്തികമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അദ്ദേഹത്തിന്റെ എല്ലാ ശ്രമങ്ങൾക്കും പിന്തുണ പ്രഖ്യാപിക്കുന്നു. നമുക്കെല്ലാവർക്കും ആവേശകരമായി ഈ ദൗത്യത്തിന് സാക്ഷിയാകാം എന്ന് പറഞ്ഞ് നിങ്ങളുടെ എല്ലാ അനുവാദത്തോടെ ഇതിന്റെ ഫ്ലാഗ് ഓഫ് നിർവഹിക്കുന്നതായി അറിയിക്കുന്നു. പുഴയിലേക്ക് ഇറങ്ങാൻ പോവുകയാണ്. ഫ്ലാഗ് ഓഫിലേക്ക് നമുക്ക് കടക്കാം.
മുന്നില് സജിമാഷുണ്ട്, മുന്നിൽ ആശാനുണ്ട്, കൂട്ടത്തിൽ കുട്ടികളുണ്ട്. നീന്തലിനുള്ള നിർദ്ദേശങ്ങളാണ് കൊടുക്കുന്നത്. സൈഡ് ചേർന്ന് വരരുത്, അധികം സൈഡിൽ ചേർന്ന് വരരുത്. ആദ്യ ബാച്ചിന് വിടാൻ പോണു കേട്ടോ, ആദ്യ ബാച്ചിന് വിടാൻ പോണു. എല്ലാ ആവേശത്തോടെ എല്ലാവരും കൈയടിച്ച് പുറത്താക്കി എല്ലാവരും കൈകാലുകൾ ബന്ധിച്ച് 23 പെൺകുട്ടികൾ പെരിയാറിലൂടെ നീന്തി തുടങ്ങിയിരിക്കുകയാണ്. അതിൽ ആദ്യ ബാച്ച് ഇപ്പോൾ നീന്താൻ തുടങ്ങിയിരിക്കുന്നു. പെരിയാറിൽ ആത്മധൈര്യത്തോടെ മുങ്ങൽ മരണങ്ങൾ ഒഴിവാക്കുക എന്ന സന്ദേശമുയർത്തി ഇതാ പെൺകുട്ടികൾ 8 വയസ്സ് മുതൽ 30 വയസ്സ് വരെയുള്ള ആളുകൾ പെൺകുട്ടികൾ ഇതാ നീന്തി തുടങ്ങിയിരിക്കുകയാണ്. ഇനിയുമുണ്ട്, ഓരോ ബാച്ചായിട്ട് പിറകെ പോകുന്നു. അവർക്ക് എല്ലാവിധ സുരക്ഷാ സംവിധാനങ്ങളും അവർക്ക് ചേർന്ന് തന്നെ ഇവരുടെ മുതിർന്ന നീന്തൽ പരിശീലകരും വളാശ്ശേരിയിലുള്ള അംഗങ്ങളും ഒക്കെ നീന്തുന്നുണ്ട്. പെരിയാർ അങ്ങനെ നമുക്ക് വിശ്വസിച്ച് തന്നെ കാണാൻ പറ്റും, അത്ര കുത്തിയൊലിച്ച് പോവുകയാണ്. പക്ഷേ ഒട്ടും ധൈര്യച്ചോർച്ചയില്ലാതെ എല്ലാവരും വലിയ ആത്മധൈര്യത്തോടു കൂടി തന്നെയാണ് ഈ പെരിയാറിലൂടെ ഇങ്ങനെ നീന്തുന്നത്. ഇത് അടുത്ത ബാച്ച് കൂടി പുഴയിലേക്ക് ഇറങ്ങാൻ പോവുകയാണ്. അടുത്ത ബാച്ച് കൂടി ബാച്ചിലാണ് നമുക്ക് ഏറ്റവും കുറഞ്ഞ പ്രായത്തിലുള്ള കുഞ്ഞുങ്ങളാണ് ഇപ്പോൾ വെള്ളത്തിലേക്ക് ഇറങ്ങിയിരിക്കുന്നത്. ഇനി അതിനൊപ്പം അടുത്ത ബാച്ചും പി വെള്ളത്തിലേക്ക് ഇറങ്ങുന്നു. ഒരു സംഘം മുന്നിൽ നീന്തി പോയിട്ടുണ്ട്, അവര് പിന്നാലെ ഇതാ പിറകെ വേറെ അടുത്ത ബാച്ച് വെള്ളത്തിലേക്ക് ഇറങ്ങാൻ പോവുകയാണ്. ഇനി നമുക്കൊപ്പം നീന്താനുള്ളത് അടുത്ത ബാച്ച് കൂടി ഇറങ്ങിയിരിക്കുകയാണ്. പി നമുക്ക് ഇനിയാണ് നമ്മൾ കാത്തിരിക്കുന്ന ആള് 2 പേരുള്ളത്. ഈ നീന്തൽ ക്ലബിലെ ഈ കൂട്ടത്തിലുള്ള ഏറ്റവും പ്രായം കുറഞ്ഞ 2 പേരല്ലേ, ഇവരല്ലേ ഏറ്റവും പ്രായം കുറഞ്ഞ 2 പേര്. അപ്പൊ ഓൾ ദി ബെസ്റ്റ്. കൈ കൊടുക്കാൻ പറ്റൂല. ഓൾ ദി ബെസ്റ്റ് മോളെ, ഓൾ ദി ബെസ്റ്റ്. സുമയ റെഡിയാണ്. അപ്പൊ ഇതാ ഈ കൂട്ടത്തിലുള്ള ഏറ്റവും കുഞ്ഞിക്കുട്ടികൾ കൂടി സജി വാളശ്ശേരിയുടെ നിർദ്ദേശത്തിൽ കുട്ടികളെല്ലാവരും കൂടെ ഇതാ വെള്ളത്തിലേക്ക് ഇറങ്ങി നീന്താണ്. 8ഉം 9ഉം ഒക്കെ വയസ്സുള്ള കുട്ടികളാണ്. ഓക്കെ അല്ലേ? നീന്തിക്കോ വേണം പറയാ. അങ്ങനെ 3 പേര് കൂടി എല്ലാവരും ഇപ്പൊ പുഴയിലേക്ക് ഇറങ്ങി കഴിഞ്ഞു. 23 പേരും ഇപ്പോ ഇതാ നീന്തി തുടങ്ങി. കൂട്ടത്തിൽ എല്ലാവർക്കും ഒപ്പം ഇതാ സജിമാഷും സജി വാളശ്ശേരിയിൽ നീന്തുന്നു. ഇനിയുള്ള 1 കിലോമീറ്ററാണ് ഇവർ നീന്തുന്നത്. ആദ്യം ബാച്ചൊക്കെ അങ്ങ് അകലെ എത്തിക്കഴിഞ്ഞു എന്ന് തോന്നുന്നു. ഇനി അത്ര ദൂരത്തേക്കാണ്. നമുക്കിനി ഇവര് നീന്തുന്നത് അടുത്ത കടവിൽ പോയിട്ട് വേണം എടുക്കാൻ എന്നാണ്. മറ്റൊരു സ്ഥലത്തേക്ക് എത്തി തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും ഇനി അങ്ങോട്ടാണ് പോകുന്നത്. നമുക്കിനി നീന്തി കയറുന്ന സ്ഥലത്തേക്കാണ് പോകുന്നത്. അതിനുള്ള സജ്ജീകരണങ്ങളൊക്കെ റെഡിയാണ്. ബാലൻസ് സംഘമുണ്ട്. ഈ ആംബുലൻസും മറ്റ് സജ്ജീകരണങ്ങളും ഒക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. നമ്മളിതാ ഈ പറഞ്ഞ ഞങ്ങളുടെ തിരിച്ചുമ്പോഴത്തേക്ക് വെള്ളത്തിലൂടെ പോകുന്നു. ഇങ്ങോട്ട് എടുക്കാം, അറിയാമോ? ഞങ്ങളെ പുഴയിൽ തന്നെ ചങ്ങാടത്തിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. കുട്ടികൾ നീന്തുന്നുണ്ട്. ഒന്നും കയറാൻ. 3 പേര് 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 3
അടുപ്പിച്ചോ ആ പിള്ളേരെടുത്തേക്ക് ബ്രേക്ക് ചെയ്യേണ്ടി തിരിച്ചു കയറാന്നല്ലേ? ആ ഉള്ള പിള്ളേരെ കിട്ടണോ സാറിന് പി പി എടുത്തില്ല പി പി ഓക്കെ ഇങ്ങനെ തന്നെ പോട്ടെ കുഴപ്പമില്ല അപ്പൊ അവിടെ എടുത്തൊക്കെ ഉണ്ടാവും വേഗം പോട്ടെ പിള്ളേർക്ക് പോവാം അപ്പൊ അവര് വീഡിയോ കിട്ടും റൈറ്റിലോട്ടോ അങ്ങോട്ട് പോകണ്ട അങ്ങോട്ട് കിട്ടില്ല ഫോൺ നോക്കാം കൂടെ പോട്ടെ ബട്ടർഫ്ലൈ അടിക്കുമോ നമ്മുടെ സുഹൃത്ത് മാത്രം പിടിക്കാനുണ്ട് അതുണ്ട് ഉറങ്ങിയെന്ന് പറയാം ശനിയാഴ്ച വരുന്നില്ല ഇന്നലെ ഒന്നില്ല ആ ബോട്ടൊന്ന് ഇടത്തോട്ട് ശിവക്കുട്ടോ എൻ്റെ അടുത്തില്ലേ ഇനി ഒരു കുഴപ്പമില്ല, നമ്മുടെ ഒരു ആശങ്കയ്ക്കും അടിസ്ഥാനമില്ല. നമുക്ക് ഇവിടെ നിൽക്കുമ്പോൾ ഞാൻ ഈ കൂട്ടത്തിൽ ചങ്ങാടത്തിലാണ് നിൽക്കുന്നത്. എനിക്കും കാണുമ്പോൾ ഒരു ഉൾക്കിടിലമുണ്ട്. പക്ഷേ കുട്ടികൾ വളരെ ആവേശത്തോടു കൂടി വളരെ ആത്മധൈര്യത്തോടു കൂടി അങ്ങ് നീറ്റാണ്. ഈ പെരിയാറിൽ നമ്മളിവിടെ നിൽക്കുമ്പോൾ എത്ര വെള്ളമാണ്, എത്ര ഒഴുക്കാണ് എന്നൊക്കെ തോന്നും. പക്ഷേ നേരെ മതി അപ്പൊ ആ പിള്ളേരെ കിട്ടും ബാക്കില് ജങ്കാറ എടുക്കുന്നുണ്ട് കൊണ്ടുപോട്ടെ അവിടെ ആരില്ല എന്തോ സാറ് ഇങ്ങോട്ട് പോയി എത്ര എടുക്കണം ഫ്രണ്ടിൽ നീന്തിയ പിള്ളേർ ഏകദേശം എത്താറായി തോന്നുന്നു അല്ലേ? അതെ അതെ കുറച്ചുകൂടെ പോകാനുണ്ട്. 1 കിലോമീറ്റർ ആണ് ഈ ഡിസ്റ്റൻസ്. ശരി ശരി, ഞാൻ ആ ഗ്രൂപ്പിലങ്ങിടാം. ഏകദേശം എത്താറാവും, നോക്കിയിരുന്നു. ഇപ്പൊ തന്നെ വെള്ളം കൂടിയല്ലേ എല്ലാം മുങ്ങി, മറ്റേ സ്റ്റെപ്പ് മുങ്ങി.
ലെഫ്റ്റ് കൊടുക്കണ്ട, ലെഫ്റ്റിലോട്ടാക്കാം. ലെഫ്റ്റിലോട്ടാക്കിക്കോട്ടെ, കടവിലോട്ടാക്കിക്കോട്ടെ. ആ ഓക്കെ. ആദിവാസി കയറിയില്ല, ആദിവാസി കയറിയില്ല. ആദിവാസി കയറി 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 ആദിവാസി കയറി അവിടെ ബാക്കിൽ വീഡിയോ. എത്തി ആദിവാസി കയറി. അവസാനത്തെ കുഞ്ഞുകുട്ടികളെ ബാച്ച് പിറകെ വരുന്നുണ്ട്. എല്ലാരും ഇങ്ങോട്ട് നോക്ക്. ഒരു സ്റ്റെപ്പോട് കയറ്റിയെടുത്ത്, ഒരു സ്റ്റെപ്പോട് കയറ്റിയെടുത്ത്, ഒരു സ്റ്റെപ്പോട് കയറ്റിയെടുത്താകാം, ഒരു സ്റ്റെപ്പോട് കയറ്റിയെടുത്ത്, ഒരു സ്റ്റെപ്പോട് കയറ്റി കയറിയിരിക്കും, ഒരു സ്റ്റെപ്പോട് കയറിയിരിക്കും. എല്ലാരും ഇങ്ങോട്ട് നോക്കിയേ. ആദ്യം ഇങ്ങോട്ട് നോക്കാൻ പറ. ക്യാമറ നോക്കാൻ പറ. എല്ലാവർക്കും ഇങ്ങോട്ട് നോക്കാൻ പറ. കയാക്കാര് മാറട്ടോ. എല്ലാവരും ഒന്ന് കൈയടിക്കാം. ഒരു കയ്യടി കൊടുക്കാം.
ഹരി 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 ഇവിടെ 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 എടാ ഇവിടെ ഇവിടെ എടാ ഇവിടെ എടാ ഫോണേ കണ്ടിന്യൂസ് ഷൂട്ടില്ല, നീ ഒന്ന് പിടിക്കാൻ മതിക്കേ. നീ ടൈറ്റ് സൈഡിന് കൊടുത്താൽ മതി. ടൈറ്റ് സൈഡിന് ആ ലൈവാണ് ഈ ചേച്ചിയുടെ ഇത് കട്ടിയുണ്ടോ നേരത്തെ കണ്ടിന്യൂസ് നോക്കണം. കഴിഞ്ഞ 16 വർഷമായിട്ട് രാവിലെ 5 നവംബർ 1 മെയ് 31 വരെയാണ് കാലയളവ്. നീന്തൽ പഠിക്കുക എന്നുള്ളതാണ് കയ്യും കാലുമല്ല മനസ്സാണ് നീന്താൻ വേണ്ടതെന്ന് പറഞ്ഞ് വളരെ നന്നായിട്ട് ഇവിടെ ആൾക്കാരൊക്കെ ഇതാ മാലയൊക്കെ ഇവിടെ നേരത്തെ ജനപ്രതിനിധികളൊക്കെ ഇവിടെ മാലയൊക്കെ വെച്ച് കാത്തി വളരെ നല്ല ദിവസമായിരുന്നു. ഈ കുട്ടികളൊക്കെ വളരെ നന്നായിട്ട് നീന്തൽ പഠിച്ചുകൊണ്ട് കൈ കാലും പുറയിൽ കെട്ടി നന്നായിട്ട് നീന്താൻ പറ്റും. ഇത് ഇങ്ങനെ നീന്തി കാണിച്ചത് മറ്റുള്ളവർ മുഴുവൻ നീന്തൽ പഠിക്കാൻ വേണ്ടിയിട്ടാണ്, ആരും മുങ്ങി മരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കുട്ടികളൊക്കെ ഇങ്ങനെ എല്ലാവരും നീന്തി കാണിച്ചത്. ഇനിയും കുട്ടികൾ 1 കിലോമീറ്റർ അല്ല ഇതുപോലെ 4 പ്രാവശ്യം കൂടി കുട്ടികൾ നീന്താൻ തയ്യാറാണ് ഈ കുട്ടികളെല്ലാവരും. ഞാൻ എന്തായാലും കേൾക്കുന്നില്ല. ഇവരുടെ ആവേശം ഉണ്ടെങ്കിലും ധൈര്യം വാശി പരിശീലിച്ച പെരിയാറ് ഇങ്ങനെ നീന്താം, കുറുകെ നീന്താം, എങ്ങനെ വേണമെങ്കിൽ നീന്താം, അത്രയ്ക്ക് ധൈര്യം കിട്ടുന്നതാണ്. ആ ധൈര്യം ഇങ്ങനെ എല്ലാ പ്രായത്തിലും കൊണ്ടുവരുന്നതാണ്. കുട്ടികൾ മാത്രമല്ല, ഇവിടെ മുതിർന്ന കുറെ ആൾക്കാരുണ്ട്. അവരെ കൂടെ കണ്ട മനസ്സിലാക്കി മാഷിന്റെ കൂടെ പഠിച്ചു വരുന്ന ആൾക്കാരാണ്. നമുക്ക് രാജേഷേട്ടനെ കാണിച്ച രാജേഷേട്ടാ രാജേഷേട്ടന്റെ രതീഷേട്ടനല്ലേ നിങ്ങളുടെ താരമാണ്. അരക്ക് താഴോട്ട് നടന്ന രതീഷേട്ടനെ അതൊന്നും ഓടുന്നതല്ല, എനിക്ക് അങ്ങോട്ട് വരാൻ പറ്റാത്തതുകൊണ്ടാണ്. രതീഷേട്ടൻ എന്ന് പറഞ്ഞ ആളാണ്. രതീഷേട്ടനൊക്കെ ഈ നീന്തൽ ക്ലബിലുള്ള വലിയ താരങ്ങളാണ്. രതീഷേട്ടനൊക്കെ ഇങ്ങനെ അതൊന്നും ഒരു പ്രശ്നമല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ കുട്ടികൾക്കൊപ്പം വലിയ ആവേശത്തിൽ വന്നിരിക്കുന്നത്. അതെ അതെ, അങ്ങനെ കുറെ റെക്കോർഡുകളുണ്ട്. വേമ്പനാട്ടുകായൽ നീന്തിക്കിടന്ന രതീഷേട്ടൻ നമുക്ക് അടുത്തേക്ക് വരെ രക്ഷയുള്ളൂ. രതീഷേട്ടാ ഇപ്പൊ കുട്ടികൾക്കാണോ രതീഷേട്ടനുള്ള ആവേശം കൂടുതൽ? ഇതിപ്പോ കുട്ടികൾ ആവശ്യം കണ്ടപ്പോ ഇറങ്ങി നീന്താൻ തോന്നിയില്ലേ? കുട്ടികളൊക്കെ ഭയങ്കര ആവേശത്തിലാണ്. അതാണ് പി ജി. മറ്റു കുട്ടികളും നമ്മളൊക്കെ വന്ന് ഈ പുഴ കണ്ട ഇവിടുന്ന് മാറിപ്പോകും. അവളെ പിടിച്ച് തള്ളിയിട്ട് വെള്ളത്തിട്ട് ഇറക്കിയതാ. ആളുകളെ കൂട്ടി നടത്താൻ
എന്തായാലും കുത്തിയതാണ് ഉള്ളിൽ.
ഞങ്ങളുടെ വന്ന കണ്ട് നിങ്ങളെ കണ്ടേ പൂവാടോ അതവിടെ കെട്ടിയിട്ട് പോയി അവരുടെ പരിപാടിക്ക് പ്രാധാന്യം ബാക്കറാണോ നല്ലൊരു കൈയ്യടി കൊടുക്കാം. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സ്നേഹ മേഡമാണ്. ബ്ലോക്ക് സെക്രട്ടറി ഷറഫുദ്ദീൻ സാറാണ്. നല്ലൊരു കൈയ്യടി. കൃഷ്ണപ്രിയ സിസ്റ്ററാണ്. നല്ലൊരു കൈയ്യടി കൊടുക്കാം. Thank you.
അടുത്തതായിട്ട് ഭാവന പ്രവീൺ സ്വീകരിക്കുന്നത് നമ്മുടെ ഗ്രീഷ്മയാണ്. നല്ലൊരു കൈയടി. അടുത്തതായിട്ട് ഫർഹത്താണ് സ്വീകരിക്കുന്നത്. ഫാദർ അബ്ദുൽ ജലീലാണ്. നല്ലൊരു കൈയടിയോട് കൂടിയിട്ട് സ്വാഗതം ചെയ്യുന്നു. കുട്ടികളെ രണ്ടുപേരും ഹസ്ബൻഡ് വിദ്യാർത്ഥി കണ്ടതാണ്. എത്തിച്ചേർന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. ഒപ്പം നമ്മൾക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ സീനിയേഴ്സിനും നല്ലൊരു വേദി ഞാനൊന്ന് ഇറങ്ങി പോവട്ടെ. എന്താണ് ഞങ്ങോ എങ്ങനെയുണ്ടായിരുന്നോ എക്സ്പീരിയൻസ്? ഞങ്ങളാണ് അവിടെ ചേട്ടാ കട്ട് ചെയ്തോ